വേൾഡ് ട്രാവലറാണ് എൻ്റെ ഒപ്പം ഉള്ളത്. അപ്പോൾ ഓനിൻ്റെ നാട് ചുറ്റിക്കാൻ കൊണ്ടതാണ്. പെട്ടെന്നൊക്കെ ഒരു ഐഡിയ മതി, വ്ലോഗ് എടുത്താലോ. ആ ഓ, ഹിമാലയം ബേസ് ക്യാമ്പ് ചെയ്ത ആൾക്ക് ഇതൊക്കെ എന്ത് അല്ലേ? അതെ, എത്ര സാധാരണ അപ്പുറത്തൊക്കെ പോകാൻ പറ്റണതാണ്, പക്ഷെ മഴക്കാലമായതുകൊണ്ട് വെള്ളം കയറിയിട്ട് നമുക്ക് ഇവിടം വരെ പറ്റാൻ പറ്റും. എങ്ങനെ അഞ്ച് പോത്ത്? 1 2 3 ഉള്ളൂ, 4 ഉള്ളൂ. 4 പോത്ത് ഒരാൾക്ക് ആ കുടുങ്ങിയിരിക്കണം. ഇവിടെ 5 മണി ആയാൽ പറഞ്ഞ് മടുത്ത് ക്ലോസ്ഡായി. സർക്കാർ ഇതിനെന്തെങ്കിലും ചെയ്ത് കൊടുക്കണം. നമ്മളറിയാത്തവരോട് നമ്മൾ ചിരിക്കും. ഒരു ചിരിക്കില്ലോ, നമുക്ക് നോക്കാം. ഓരോ റിയാക്ഷൻ നമുക്ക് നോക്കാം. ഇത് അങ്ങോട്ട് തിരിഞ്ഞു, അപ്പൊ നടക്കും. ഓപ്പോസിറ്റ് കിട്ടണം. ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ ചിരിക്കാനൊന്നും പറ്റൂല. നമുക്ക് ഇവിടെ ഇറങ്ങിയിരുന്നു. അടിപൊളി സ്പോട്ടാ, കിളികളൊക്കെ ഉണ്ട് അല്ലേ? നമ്മളിങ്ങനെ വരുമ്പോ എടാ പ്രേമലുവില് മറ്റേ ഇവല്ലേ മറ്റോന്, എന്താ നെസ്ലിനല്ല മറ്റോനെ, മനസ്സിലായില്ലേ? കാർ ഓടിക്കുക ഹൈദരാബാദ് പോകുമ്പോ 2 ആളില്ലേ? അതിലോൻ പറയില്ലേ, ഓന് ഫസ്റ്റ് സിനിമ ഇൻഡസ്ട്രിയിൽ വരുമ്പോ 3000 റുപ്യക്ക് 2000 റുപ്യൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങിയ എഡിറ്റിങ്. അതാ പറഞ്ഞ് ഫസ്റ്റ് ഇതിൽ കയറി പറ്റി ഇറങ്ങിയപ്പോ ഭയങ്കര ഇൻട്രസ്റ്റില് കണക്ഷൻ. പിന്നെ നമ്മളെ പൊസിഷൻ ചെയ്യണൊക്കെ ഭയങ്കര എല്ലായിടത്തും പൊളിറ്റിക്സ് ഉണ്ടാവും. അങ്ങനെ കയറ്റി പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി പറ്റലും, പിന്നെ നമ്മളെ സ്കില്ല് എത്ര ഡെലിവറി ചെയ്തിട്ട് അവിടെ നിന്നതൊക്കെ വരും. പിന്നെ എടാ പൊട്ട ഗ്യാപ്പില്ലോട് ചവിട്ടല്ലേ? എടാ ഈ ഗ്യാപ്പില്ലോടത്തെ ചവിട്ടിയേ. ഓ കിട്ടി. ആ മഴയില് കിട്ടി. അതാ മൂട് പോയാല്. പരിപാടി കഴിഞ്ഞു. അത് സമ്മതിച്ച് ഞാൻ കയറുന്നു. നോക്കണ്ട, ഇന്റെ അഭിപ്രായത്തിൽ നോക്കണ്ട. കാരണം ടൗൺ എന്നൊക്കെ നമ്മള് എല്ലാരടുത്തും ചിരിക്കണാലും ഇന്റെ നാട് നിക്കണ്ട അടി കിട്ടൂല. സ്വന്തം നാടായിട്ട് എനിക്ക് വട്ടായി ഇങ്ങോട്ട് കയറി വന്നേലേ. അപ്പോൾ ഇങ്ങനത്തെ ലൊക്കേഷൻ ആണെങ്കിൽ വയനാട്ടിൽ ബാണാസുര ഏരിയ ആണെങ്കിൽ വെള്ളമുണ്ട റോഡ്, എന്നിട്ട് ഹൈസ്കൂളിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ നല്ല വ്യൂ. അതിങ്ങനെ വയലുണ്ട്. മാപ്പാണ് ഗൂഗിൾ മാപ്പിൽ ഞങ്ങൾ കൊടുക്കുക. ബ്ലോഗേഴ്സ് അറിയിടാമല്ലോ അല്ലേ? GHHS അടുപ്പറ്റല്ല അടുപ്പറ്റ
വെള്ളമുണ്ടയാണോ? വെള്ളമുണ്ട തന്നെ കൊണ്ട് നോക്കട്ടെ അവിടെ ലൊക്കേഷൻ. അങ്ങനെ രണ്ടാളാവും ചിരിച്ചിട്ട് അത് കുറച്ച് കൂടുതലാട്ടോ. 50 ചിരികള് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ വയനാട്ടിൽ പോകും. നമ്മളിപ്പോ ഏകദേശം ഒരു 4-5 എണ്ണം എന്തായാലും ആയിണ്ടാവും. 4 ചിരിച്ച് 2.5 വീഡിയോയിലുണ്ട്. എന്നാ ബാക്കി 48. അത് നമുക്ക് 48 ഇത്തിരി കൂടുതലല്ലേ? ഒരു 30 മാക്സിമം. ഒരു 30 ചിരികളിൽ നമ്മൾ കണ്ടെത്തിട്ട് നമ്മൾ പോകും. വാരാൻ പറ്റാ GHS വാരാൻ പറ്റാൻ്റെ അടുത്തുള്ള ഈ വെറുതെ ഇരിക്കണ്ടോ ആകാടി കിട്ടും. അതാകാക്കി എത്രയാണ് വെറുതെ ഇരിക്കണ കേരളത്തിന് മാത്രം ഇത് നടക്കുള്ളൂ. എല്ലാരും തിരിച്ചാല് വീട്ടുകാരെല്ലാം തിരിച്ചാ പ്രശ്നമാവോ? ആദ്യമായിട്ട് ഇങ്ങനെ ഇല്ല പവറ് കണ്ടില്ല, മുഖം കണ്ടില്ല. ഇത് വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. കണ്ടില്ല. ഇതിന്റെ പരിപാടിയാ. കോഴിക്കോട് പടിഞ്ഞാറത്തറ ചുരം ബദൽ പാത യാഥാർത്ഥ്യമാക്കാൻ കിട്ടി. എന്തോ പറഞ്ഞു ചെക്കന്മാരൊക്കെ ഫയറാ. ഇവിടെ ഒരു മന്തി ഷോപ്പ് ഉണ്ട്, അതൊക്കെ അടിച്ചു. കുറെ ഭായിമാര് വരുന്നുണ്ട്. നോക്കാം. ഒരു കാറുണ്ട്. ഒരാള് ചിരിച്ച് എല്ലാരും അത്ഭുതത്തോടെ നോക്കണം. കേട്ടില്ലേ? ഒരു കൈയാട്ടി ഇല്ലടാ. അപ്പൊ അത് ഫോളോ ഓൺ ആക്കിട്ടു. അടുത്തവിടെ ഈ അത് വേറെ റിയാക്ഷൻ വരണം. രണ്ടാമത്തെ ആൾക്കാരെ പോയി ഇറങ്ങി കയറ്റി. ചിരി കിട്ടില്ല. ചിരി നാലാളെ കിട്ടേ 20. ആരും ചിരിച്ചില്ല. എല്ലാരും അത്ഭുതത്തോടെ താത്ത ചിരിച്ച് പാവത്ത
കിട്ടി ഇത് ടാസ്ക്കാണ് തിരിഞ്ഞിക്ക് ഭായിമാരാണ് അതാ തല തിരിച്ചു ശ്രദ്ധിക്കപ്പെട്ടില്ല അങ്ങനെ കീപ് ട്രൈയിങ് അതിലാണ് നമ്മളെ ഇത് കിടക്കുന്നത് ലക്ഷ്യം മുന്നോട്ട് പ്ലാന് മാറ്റാണ്ട് നമ്മൾ ഒരേ ഫോർവേഡ് അത് ക്ലോസ് ഓട്ടോറിക്ഷക്കാരൻ ഞാനും അറിയില്ല കണ്ടില്ല കിട്ടില്ല ചിരി എല്ലാരും ചിരിക്കുന്നില്ലേ ആ മനുഷ്യന്മാരെ ചോദിച്ചോ നോക്കിട്ടോ ആ ചെങ്ങായി എനിക്കിട്ടോ ഇവരെന്താ വട്ടാണ് അത്ര എടുത്ത് സൂമയെ പിടിച്ചിട്ട് ഐ കോണ്ടാക്ട് കിട്ടണേ ഒറ്റ റോഡ് തന്നെ വേണം എളുപ്പം കിട്ടും കിട്ടിയ കിട്ടിയറിയില്ല കുട്ടിയോട് ഇങ്ങനെ ക്യാമറ ഓടിക്കാനും കുട്ടികള് ഒരു ടാസ്കാണ് കാണുന്നത് ഐ കോണ്ടാക്ട് കിട്ടിയതാ ചെറിയ കുട്ടി വിട്ടു വെക്കണ്ട് ചിരിച്ച് അറിയുന്ന ആളാ ഓ ചിരിച്ച് ചിരിച്ച് കളിയാക്കലാണ് നോക്കാം ചിരിച്ചുള്ളൂ ഒരാള് ഒരാള് തിരിച്ചില്ല കാക്ക തിരിച്ചു കൊടുക്കണം